നമസ്കാരം, പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില സൈക്കോളജി ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, കുട്ടികളുടെ മാനസിക ആവശ്യങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? കുട്ടികളുടെ മാനസിക ആവശ്യങ്ങൾ, മെൻ്റൽ നീഡ്സിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അംഗീകാരം, സ്നേഹം, സുരക്ഷിതത്വം, ഭക്ഷണം. ഇവിടെ ചോദ്യം എന്താണ്? കുട്ടികളുടെ മാനസിക ആവശ്യങ്ങൾ, മെൻ്റൽ നീഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെൻ്റൽ നീഡ്സിൽ പെടാത്തത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കീവേഡ്, പെടാത്തതാണ്, നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, മാനസികമായിട്ടുള്ള ആവശ്യമാണ്. അംഗീകാരം, കുട്ടികൾക്ക് അംഗീകാരം ആവശ്യമാണ്, സ്നേഹം ആവശ്യമാണ്, സുരക്ഷിതത്വ ബോധം ആവശ്യമാണ്, അല്ലേ? സെക്യൂരിറ്റി ഫീലിംഗ് അവർക്കുണ്ടായിരിക്കണം. ഭക്ഷണം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമാണെങ്കിലും അതൊരു മെൻ്റൽ നീഡാണോ? മെൻ്റൽ നീഡല്ല, അല്ലേ? അതെന്താണ്? അത് ഒരു ഫിസിക്കൽ നീഡാണ്, അല്ലെങ്കിൽ ഒരു അവശ്യ വസ്തുവാണ് ഭക്ഷണം, പക്ഷേ ഒരു മെൻ്റൽ നീഡല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടി, ഭക്ഷണമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ടീച്ചർ വിനു എന്ന കുട്ടിയെക്കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവന ഇതാണ്: ആശയഗ്രഹണത്തിൽ അവന് പരിമിതിയുണ്ട്, അവൻ്റെ ഓർമ്മശക്തി മോശമാണ്, താരതമ്യം, വർഗീകരണം എന്നിവയിൽ അവൻ പിന്നോക്കമാണ്. ടീച്ചർ ക്ലാസ്സിലെ കുട്ടിയെക്കുറിച്ച് നടത്തിയ ഈ പ്രസ്താവന കുട്ടിയിലെ ഏത് വികാസ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇവിടെ ഒരു കുട്ടിയെക്കുറിച്ചൊരു ടീച്ചർ ഒരു പ്രസ്താവന നടത്തുകയാണ്. ആ പ്രസ്താവന ഇപ്രകാരമാണ്: ആശയഗ്രഹണത്തിൽ അവന് പരിമിതിയുണ്ട്, അവൻ്റെ ഓർമ്മശക്തി മോശമാണ്, താരതമ്യം, വർഗീകരണം എന്നിവയിൽ അവൻ പിന്നോക്കമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ കുട്ടിക്കുള്ള, വിനു എന്ന കുട്ടിയുടെ വികാസ പ്രശ്നം എന്താണ്? ഏത് തരം വികാസത്തിനാണ് അവന് പ്രശ്നമുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ശാരീരിക വികാസം, വൈകാരിക വികാസം, വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ആശയഗ്രഹണത്തിന് അവന് പരിമിതിയുണ്ട്, അവൻ ഓർമ്മശക്തി മോശമാണ്, താരതമ്യം ചെയ്യാൻ, വർഗീകരണങ്ങൾ ചെയ്യാനൊക്കെ അവൻ പിന്നോക്കമാണ്. ഇത് ശാരീരിക വികാസവുമായി ബന്ധമുള്ള പ്രസ്താവനയാണോ? അല്ല. പകരം വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടതാണോ? ആശയഗ്രഹണം, ഓർമ്മശക്തി, താരതമ്യം, വർഗീകരണം, ക്ലാസിഫിക്കേഷൻ, ഇതെല്ലാം വൈകാരിക വികാസമാണോ? അല്ല. പകരം അതെന്താണ്? അത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്, കൊഗ്നിറ്റീവ് ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ്, വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ സി വൈജ്ഞാനിക വികാസം എന്നുള്ളതുണ്ട്, ഒരിക്കലും സോഷ്യൽ ഡെവലപ്മെൻ്റ് അല്ല, പകരം കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു കുട്ടി യോജിച്ച വാക്കുകൾ ഒഴുക്കോടെ പ്രയോഗിച്ച് ആശയപ്രകാശനം നടത്താൻ പ്രാപ്തനാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് ഈ കുട്ടിയിൽ പ്രബലമായി നിൽക്കുന്ന ബുദ്ധി വിഭാഗം ഏത്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, ഹൊവാർഡ് ഗാർഡനർ, അല്ലേ? നമുക്കറിയാം. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? ഒരു കുട്ടി യോജിച്ച വാക്കുകൾ ഒഴുക്കോടെ പ്രയോഗിച്ച് ആശയപ്രകാശനം നടത്താൻ പ്രാപ്തനാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് ഈ കുട്ടിയിൽ പ്രബലമായി നിലനിൽക്കുന്ന ബുദ്ധി വിഭാഗം ഏതാണ്? യുക്തിചിന്താഗണിതപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി. ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? യോജിച്ച വാക്കുകൾ ഒഴുക്കോടെ പ്രയോഗിച്ച് ആശയപ്രകടനം നടത്തുന്നു. ഇതെന്താ ബുദ്ധി? ഭാഷാപരമായ ബുദ്ധിയാണ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്, അല്ലെ? ഭാഷാപരമല്ലേ? അവൻ നല്ല രീതിയിൽ ഒഴുക്കോടെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നു, അവൻ്റെ ആശയം മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതെന്താണ്? ഭാഷാപരമായ ബുദ്ധിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കായി തെരഞ്ഞെടുക്കുന്ന കഥകൾ ദൈർഘ്യം കുറഞ്ഞവയാകണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കഥകൾ ദൈർഘ്യം കുറഞ്ഞതായിരിക്കണം, കുഞ്ഞു കഥകളായിരിക്കണം, കുട്ടി സ്റ്റോറീസ് ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവർക്ക് ദീർഘകഥകൾ ഓർക്കാൻ സാധിക്കില്ല, ക്ലാസ്സിൽ സമയം പരിമിതമാണ്, നീണ്ട കഥകൾ ടീച്ചർക്ക് അവതരിപ്പിക്കാൻ പ്രയാസമാകും, കുട്ടികളുടെ ശ്രദ്ധാദൈർഘ്യം
നാനേ കുറവാണ്. ഇവിടെ ഏറ്റവും നല്ല ഉത്തരം ഏതാണ്? കുട്ടികളുടെ ശ്രദ്ധാദൈർഘ്യം കുറവാണ്. അതുകൊണ്ടാണ് കുട്ടിക്സ് കഥകൾ പറയണമെന്ന് പറയുന്നത്. അല്ലാതെ അധ്യാപകന് പ്രയാസമാകുന്നത് കൊണ്ടോ ക്ലാസ്സിൽ സമയപരിമിതി ഉള്ളത് കൊണ്ടോ ദീർഘകഥകൾ ഓർത്തിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. അവൻ്റെ സ്പാൻ ഓഫ് അറ്റൻഷൻ വളരെ കുറവായിരിക്കും. പ്രൈമറി ക്ലാസ്സിലെ കുട്ടിയല്ലേ, നമ്മളുടെ തന്നെ അറ്റൻഷൻ ടൈം വളരെ കുറവാണ്. 20-25 മിനിറ്റാണ് നമ്മുടെയൊക്കെ ടൈം. അപ്പോൾ കുട്ടികൾക്കോ അതിനേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന കഥകൾ ദൈർഘ്യം കുറഞ്ഞവയാവണം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ എന്ത് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് ടീച്ചർക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന പഠന സാമഗ്രി ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പരിഗണിച്ചുകൊണ്ട്, അല്ലേ, ആ കുട്ടികളെ പരിഗണന കൊടുത്തുകൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന പഠന സാമഗ്രി ഏതാണ്? ചാർട്ടുകൾ, ഓഡിയോ റെക്കോർഡ് ചെയ്ത പാഠഭാഗങ്ങൾ, ബ്ലാക്ക് ബോർഡിൽ എഴുതിയ പാഠഭാഗങ്ങൾ, വിവിധ വർണ്ണചിത്രങ്ങൾ. ഒരിക്കലും കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് ചാർട്ടുകളോ വർണ്ണചിത്രങ്ങളോ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ പാഠഭാഗങ്ങളോ യൂസ്ഫുൾ ആയിരിക്കില്ല. പകരം ഓഡിയോ റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഓഡിയോ റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി നോക്കിയൊരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് ശിശുവികാസത്തെ സ്വാധീനിക്കുന്നില്ല, ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് ശിശുവികാസത്തെ സ്വാധീനിക്കുന്നില്ല, ഏതാണ് അത്? ലേണിംഗ്, ഹെറിഡിറ്റി, മെച്ചുറേഷൻ, പണിഷ്മെന്റ്. പഠനം, പാരമ്പര്യം, പരിപക്വനം, ശിക്ഷ. ഇതിൽ ഏതോ ഒരു ഘടകം എന്തിനെ? ശിശുവികാസത്തെ സ്വാധീനിക്കുന്നില്ല. ആ വേറിട്ട് നിൽക്കുന്ന ശിശുവികാസത്തെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ് തന്നിരിക്കുന്നതിൽ എന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കൂ. പഠനം ശിശുവികാസത്തെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കും. പാരമ്പര്യം സ്വാധീനിക്കുമോ? സ്വാധീനിക്കും. മെച്ചുറേഷൻ സ്വാധീനിക്കുമോ? സ്വാധീനിക്കും. ശിക്ഷ എന്ത് ചെയ്യില്ല? സ്വാധീനിക്കില്ല. ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഒന്നല്ല ശിക്ഷ, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുദ്ധിയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അവതരിപ്പിച്ചത് ആര്? ഞാൻ മുമ്പൊരു ചോദ്യം ഇതേപോലെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അവതരിപ്പിച്ചത് ആര്? ബുദ്ധിയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ആ സിദ്ധാന്തം അവതരിപ്പിച്ച സൈദ്ധാന്തികൻ അല്ലെങ്കിൽ അവതരിപ്പിച്ച അത് ആരാണ്? ഏത് സൈക്കോളജിസ്റ്റ് ആണ്? ഓപ്ഷൻസ് നോക്കുക. സ്പിയർമാൻ ഉണ്ട്, ഗാർഡ്നർ ഉണ്ട്, ഗിൽഫോർഡ് ഉണ്ട്, വാട്സൺ ഉണ്ട്. ഓപ്ഷൻ ബി ഹൊവാർഡ് ഗാർഡ്നർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയുന്നൊരു ചോദ്യമാണ്, അല്ലേ? ഹൊവാർഡ് ഗാർഡ്നർ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂക്ഷ്മപേശി വികാസത്തിനായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശിക്കാവുന്ന പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? സൂക്ഷ്മപേശി വികാസത്തിനായി കുട്ടികൾക്ക് നിർദ്ദേശിക്കാവുന്ന പ്രവർത്തനം താഴെ പറയുന്നതിൽ ഏതാണ്? ത്രിചക്ര സൈക്കിൾ ഓടിക്കുക, ഗ്രൗണ്ടിലൂടെ അലക്ഷ്യമായി ഓടുക, കത്രിക ഉപയോഗിച്ച് കടലാസ് മുറിക്കുക, വീതി കുറഞ്ഞ പാലത്തിലൂടെ നടക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മപേശി വികാസം സാധിക്കുന്നത് വീതി കുറഞ്ഞ പാലത്തിലൂടെ നടക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു നല്ല അധ്യാപകൻ ഒരിക്കലും അവൻ്റെ മക്കളോട് അല്ലെങ്കിൽ അവൻ്റെ വിദ്യാർത്ഥികളോട് ഒരിക്കലും എന്തു ചെയ്യില്ല, വീതി കുറഞ്ഞ പാലത്തിലൂടെ നടന്ന് സൂക്ഷ്മപേശി വികാസം നേടി വരൂ എന്ന് പറയില്ല. കാരണം അത് അത്യധികം അപകടം നിറഞ്ഞതാണ്. അപ്പം ആ ഒരു ബോധം ഉണ്ടാവണം ചോദ്യം വായിക്കുന്ന സമയത്ത്. അധ്യാപകൻ എന്താണോ ചിന്തിക്കുന്നത്, ഒരു നല്ല അധ്യാപകൻ എന്താണോ ചിന്തിക്കുന്നത്, ആ രീതിയിൽ വേണം ഉത്തരത്തിലേക്ക് എത്താൻ. സൂക്ഷ്മപേശി വികാസത്തിനായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശിക്കാവുന്ന, കുഞ്ഞു കുട്ടികളാണ്, അവരോട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ സി, കത്രിക ഉപയോഗിച്ച് കടലാസ് മുറിക്കുക എന്നുള്ളതാണ്, അല്ലേ? അത് അവൻ്റെ ക്രിയേറ്റിവിറ്റിയെ വളരെയേറെ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ സൂക്ഷ്മപേശി വികാസത്തിന് അത് ഗുണകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.